ബാബു, ബാബു. എന്താ സാറേ? നീ ഒന്ന് എന്നെ പിടിച്ച് പുറത്തിരുത്തി തരുമോ? ഇരിക്കാൻ പറ്റുമോ? ആ, നീ പിടിക്കേ. എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഇപ്പോ ആർക്കും വേണ്ടാതായി. ബാബു, നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങൾ. ഞാൻ വരാതിരിക്കോ? ആരെല്ലാം ഉപേക്ഷിച്ച് പോയാലും ഞാൻ വരും. എനിക്കും ആരുമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നീ വന്നപ്പോ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. ഇനി കുറച്ചു നാൾ കൂടി ആയുസ് നീട്ടി കിട്ടുന്നു. ദിവസങ്ങൾ കഴിയും തോറും നിന്റെ അടുത്തുനിന്ന് അകന്നുകൊണ്ടേയിരിക്കുക ഞാൻ. നിന്നെ ഒന്ന് ഉപദേശിക്കാനോ വഴക്ക് പറയാനോ എനിക്കിനി കഴിയില്ലല്ലോ. ഇനിയിപ്പോ നിന്നെ വിട്ടു പിരിയാന്ന് ഓർക്കുമ്പോ ഇപ്പൊ തന്നെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് ജീവശ്വാസം നിലക്കട്ടെ എന്ന് മനസ്സ് പറയാ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആരുമില്ലാത്ത ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ ഒരു മകനെ പോലെ കരുതിയാൽ മതി. ഈ 4 ചുവരുകൾക്കുള്ളിൽ എത്ര കാലം? കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ വളർത്തി വലുതാക്കി. ഈ അച്ഛൻ തളർന്നപ്പോൾ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ആരുമില്ലാണ്ട്. നമ്മളൊരിക്കലും മറ്റുള്ളവർ സഹായിക്കുമെന്ന് ഒരു പ്രതീക്ഷയും മനസ്സിൽ കൊണ്ട് നടക്കരുത് സാറേ. നമ്മളെന്നും ഒറ്റയ്ക്കാ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുക. വേർപ്പെടുത്താൻ കഴിയുന്നില്ല. അത്രമാത്രം സ്നേഹം കൊടുത്ത് വളർത്തിയതാ അവരെ. പണം കൊടുത്താൽ കിട്ടില്ലല്ലോ സാറേ. മനസ്സിലതുണ്ടാവണ്ടേ. നിനക്കെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു? വഴിയരികിൽ കിടന്ന എന്നെ നീ. സാറതൊന്നും ഓർക്കണ്ട. ഓർമ്മ കുറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കത് ഭാഗ്യല്ലേ? ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ. ഞാൻ ആരെന്നും എന്തിനു വേണ്ടിയെന്നും ഇത്രയും കാലം എന്നതൊന്നും ഇനി മനസ്സിൽ വരാതിരുന്നാൽ. പക്ഷേ എന്റെ കൊച്ചുമോളെ എന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോവുക ചെയ്തത്. അതെനിക്ക് മറക്കാൻ കഴിയുന്നില്ലടോ. ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ വരുമ്പോൾ വിഷമം കൂടും. ഒന്നും ഓർക്കണ്ട. എന്റെ വീടും സ്ഥലവും
എല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. എന്നോട് സ്നേഹം കുറയണ്ട എന്ന് വിചാരിച്ചിട്ട്. അതാ സാറേ നമുക്ക് പറ്റിയ തെറ്റ്. ശരിയാ നീ പറഞ്ഞത്. എൻ്റെ ഹൃദയത്തിൽ ഒരു മകൻ്റെ സ്ഥാനം തന്നെയാ നിനക്ക് തന്നത്. നീ ഇവിടെ ഉള്ളത് എനിക്ക് വലിയൊരു സഹായം. സാറിന് ഗുളിക കഴിക്കാനുള്ള സമയമായി. ഗുളിക മുടക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഒരു ഗുളികക്കും എൻ്റെ രോഗവും വിഷമവും മാറ്റാൻ കഴിയില്ല ബാബു. ചിലപ്പോൾ ഇതൊക്കെ ഒരു വിധിയായിരിക്കും, ദൈവം തന്ന വിധി. ആ പിന്നെ എൻ്റെ മകൻ എന്നോടൊരു ദിവസം പറഞ്ഞു എനിക്കൊരു ബൈക്ക് വാങ്ങിത്തരാൻ. ഞാൻ എന്തിനാണെന്നൊന്നും ചോദിച്ചില്ല, ഞാനൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവൻ എന്നോട് പറയാ ഇങ്ങനൊരു അച്ഛനെ വേറെ ആർക്കും കൊടുക്കരുതെന്ന്. അവൻ അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. അതങ്ങനെയാ, കൊടുക്കുന്ന സമയത്ത് സ്നേഹം കോരിത്തരും. അച്ഛൻ തളർന്നപ്പോൾ ഇനിയൊന്നും കൊടുക്കാനില്ലല്ലോ. എല്ലാവരും അങ്ങനെയായിരിക്കുമല്ലേ? എല്ലാവരും അങ്ങനെയല്ല, ചുരുക്കം ചില മനുഷ്യർ. പിന്നെ എനിക്ക് സ്നേഹനിധിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. മക്കളുടെ കാര്യത്തിൽ അവളായിരുന്നു മുന്നിൽ. ഞാൻ രോഗിയായപ്പോൾ എല്ലാ സൗകര്യങ്ങളും മക്കൾ അവൾക്ക് പകർന്നു കൊടുത്തു. എന്നെ മറക്കാനും അവരുടെ കൂടെ പോകാനും അവൾ തയ്യാറായി. പക്ഷേ അവൾക്കും പ്രായമാകും, അസുഖം വരും. എന്നൊന്നും ഓർക്കാതെ എന്നെ വിട്ട് അവളും പോയി അവരുടെ കൂടെ. സാറിപ്പോൾ ഒന്നും ഓർക്കണ്ട, വിശ്രമം ആവശ്യമാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ മകന് ഇങ്ങനെ ഒരു അച്ഛനെ നോക്കാൻ കിട്ടിയത് ഭാഗ്യം തന്നെ. എല്ലാവരും പോട്ടെ, ഞാനുണ്ടാവും കൂടെ. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയും എന്നോട് അകലുമല്ലോ. അതോർക്കുമ്പോഴാ വിഷമം. എന്തായാലും ഈ തറവാട് എൻ്റെ പേരില്ല. ഞാൻ മരിച്ചാലും നീ ഇവിടെ താമസിക്കണം. അതൊക്കെ പിന്നെയല്ലേ, ഇപ്പം അതൊന്നും പറയണ്ട. നിനക്കും വേണ്ട ഒരു ജീവിതം. രക്തബന്ധമില്ലാത്ത ഒരു മകനെ കിട്ടിയ ഭാഗ്യവാനാണ് ഞാൻ. എനിക്കത് മതി. നിങ്ങൾ കിടക്കാൻ നോക്ക്, ഞാൻ കൊണ്ടുപോയി കിടത്താം. Ha